നമ്മൾ എവിടോട്ടെങ്കിലുമൊക്കെ ഒരു വലിയ യാത്ര പോയിട്ട് തിരിച്ചു വരാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമുണ്ട്. നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാനും, ഉറങ്ങാനും, റിലാക്സ് ചെയ്യാനും, എന്ത് കാര്യം ഫ്രീ ആയിട്ട് ചെയ്യാനും പറ്റുന്ന ഒരിടം. അതെ, നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ വീട്. യെസ്, ഇന്ന് ലോക പാർപ്പിട ദിനമാണ്. അതുകൊണ്ട് ഇന്ന് കുറച്ച് വീട് വിശേഷങ്ങൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്താലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു. വീടെന്ന് പറയുന്നത് നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ഒരു വലിയ ഡ്രീം പ്രോജക്റ്റ് ആണല്ലേ. ഒരു 5 സെന്റ് സ്ഥലമൊക്കെ മേടിച്ചിട്ട് സ്വന്തമായിട്ടൊരു വീട് പണിയുക എന്നുള്ളതാണ് മിക്ക ശരാശരി മലയാളികളുടെയും ഒരു ആഗ്രഹം തന്നെ. ഇപ്പൊ വീടിന്റെ കൺസ്ട്രക്ഷനിൽ തന്നെ എന്തോരം മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ഒരു പഴയ കാലഘട്ടം എടുക്കുകയാണെങ്കിൽ പണ്ട് കാലത്ത് ഓട് ഓട് മേഞ്ഞ വീടിന് പകരം ആദ്യമൊക്കെ നമ്മൾ ഓല മേഞ്ഞ വീടുകളായിരുന്നു. പിന്നെ അത് ഓടിലേക്കും ഷീറ്റിലേക്കും പിന്നെ വാർത്ത വീടുകളിലേക്ക് മാറി. അതിന്റെ കൺസ്ട്രക്ഷന്റെ രീതിയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ പഴയ കാലത്തിന്റെ പ്രൗഢിയുടെ ഒക്കെ ഒരു അല്ലെങ്കിൽ ആഡംബരത്തിന്റെ ഒക്കെ ഒരു അടയാളമായിരുന്നു ഈ വലിയ 4 കെട്ടും 8 കെട്ടും ഒക്കെയുള്ള വലിയ തറവാടുകളും മനകളും ഒക്കെ. നമ്മുടെ മംഗലശ്ശേരി നീലകണ്ഠന്റെ വീടെന്നൊക്കെ പറഞ്ഞാൽ അതൊരു വലിയ സംഭവം തന്നെയാണല്ലേ. ഇതുപോലെ പല ടൈപ്പ് ഓഫ് വീടുകളുണ്ട്. ഇപ്പം പലർക്കും പല ഇഷ്ടങ്ങൾ കാണും. ചിലർക്ക് വലിയ വീടുകളോടായിരിക്കും ഇഷ്ടം, ചിലർക്ക് ചെറിയ വീടുകളോടായിരിക്കും ഇഷ്ടം, ചിലർക്ക് 2 നിലകളുള്ള വീടുകളോടായിരിക്കും ഇഷ്ടം. ഇപ്പൊ എന്റെ കാര്യം ചോദിക്കണേ, എനിക്കൊരു കുഞ്ഞു വീടാണ് ഇഷ്ടം കേട്ടോ. കാരണം നമ്മൾ ഒരു മുറിയിൽ നിന്ന് ഒരാളെ വിളിച്ചാൽ അപ്പുറത്തെ മുറിയിൽ നിന്ന് എന്തോ എന്ന് വിളി കേൾക്കാൻ ഒരാളുണ്ടാവണം. എനിക്ക് അങ്ങനത്തെ ഒരു വീടിനോടാണ് ഇഷ്ടം കൂടുതൽ. അപ്പം വീട് നമുക്ക് ഒരുപാട് നല്ല ഓർമ്മകളൊക്കെ സമ്മാനിക്കാറുണ്ടല്ലോ. നമ്മൾ വീടൊക്കെ വിട്ട് പുറത്തൊക്കെ പഠിക്കാൻ പോകുന്നവർക്ക്, ജോലി ചെയ്യാൻ പോകുന്നവർക്ക് ഏറ്റവും കൂടുതൽ മിസ്സാകുന്ന ഒരു കാര്യം നമ്മുടെ പ്രിയപ്പെട്ട വീടാണ്. അപ്പൊ നിങ്ങളുടെ വീട് ഓർമ്മകൾ എന്താണ്? നിങ്ങളുടെ പ്രിയപ്പെട്ട വീടിനെ എന്താണ് എന്താണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ടതാക്കുന്നത്? ഇത് എന്തായാലും ഒന്ന് കമന്റ് ചെയ്തേക്ക് കേട്ടോ, ഈ ലോക പാർപ്പിട ദിനത്തിൽ.